ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഓട്ടിസം എന്ന രോഗാവസ്ഥ സമൂഹത്തിൽ ധാരാളമായുണ്ട്. രോഗം അനുഭവിക്കുന്നവർക്കും കുടുംബത്തിനും ആശ്വാസവും സാന്ത്വനവും എങ്ങനെയെല്ലാം നൽകാമെന്നും രോഗം എങ്ങനെ തരണം ചെയ്യാമെന്നും കോഴിക്കോട് നടന്ന ഓട്ടിസം സെമിനാർ പ്രതിപാദിച്ചു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ഓട്ടിസം ബാധിതർക്കായി 5 കോടി രൂപ നേരത്തെ വകയിരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി M.K. മുനീർ. ഓട്ടിസം വാരാചരണ പരിപാടികൾ കോഴിക്കോട്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനാർത്ഥികൾ നേർക്കുനേർ. എ. പ്രദീപ് കുമാറും അഡ്വക്കേറ്റ് സുരേഷ് ബാബുവും കിക്ക് ബോക്സിംഗ് വേദിയിൽ. കൊയിലാണ്ടിയിൽ N. സുബ്രഹ്മണ്യന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസുകാരുടെ പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായി 5 കോടിയുടെ പദ്ധതി തുക നേരത്തെ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി ഡോക്ടർ M.K. മുനീർ. ഓട്ടിസം വാരാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് നടന്ന ഓട്ടിസം സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏപ്രിൽ 1 മുതൽ 7 വരെ നടക്കുന്ന ഓട്ടിസം ബോധവൽക്കരണ വാരാചരണത്തിന്റെ ഭാഗമായാണ് ഓട്ടിസം സെമിനാർ സംഘടിപ്പിച്ചത്. സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മന്ത്രി ഡോക്ടർ M.K. മുനീർ ഉദ്ഘാടനം ചെയ്തു. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായി 5 കോടിയുടെ പദ്ധതി ബഡ്ജറ്റിൽ നേരത്തെ വകയിരുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 14 ഹെഡ്ക്വാർട്ടേഴ്സിൽ മൾട്ടി ഡിസിപ്ലിനറിയിൽ ഓട്ടിസത്തിനായുള്ള പ്രത്യേക സംവിധാനം നേരത്തെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് പരിശീലനം നൽകാൻ രക്ഷിതാക്കളെ തന്നെ ട്രെയിനറാക്കാനും ശുപാർശ നൽകിയതായും മന്ത്രി പറഞ്ഞു. മറ്റു രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി 34 കോടി ബജറ്റിൽ നേരത്തെ വകയിരുത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി ലോകമെമ്പാടും ഓട്ടിസം ബാധിച്ചവരുടെ എണ്ണം വർദ്ധിച്ചുവരുന്നു. ഈ സാഹചര്യത്തിൽ രോഗാവസ്ഥ എങ്ങനെ തരണം ചെയ്യണമെന്ന ആശയത്തിനാണ് ഓട്ടിസം ദിനാചരണത്തിൽ പ്രത്യേക ഊന്നൽ നൽകുന്നത്. എന്നാൽ സമൂഹത്തിലെ ഒരു വിഭാഗം ജനത ഓട്ടിസത്തെപ്പറ്റി അജ്ഞരാണ്. ഈ സാഹചര്യത്തിൽ സമൂഹത്തിൽ ഓട്ടിസത്തെപ്പറ്റി അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ്, ജില്ലാ സാമൂഹ്യനീതി വകുപ്പ്, കാലിക്കറ്റ് പ്രസ് ക്ലബ്, പരിവാർ ഓട്ടിസം ക്ലബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഒരാഴ്ച നീളുന്ന പരിപാടികൾക്ക് തുടക്കമിട്ടത്. ഓട്ടിസം വാരാചരണത്തിന്റെ ഭാഗമായി വാക്ക് ഫോർ ഓട്ടിസവും സംഘടിപ്പിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിൽ നിന്ന് ആരംഭിച്ച ഓട്ടിസം നടത്തത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ലോക ഓട്ടിസം അവബോധ ദിനത്തോടനുബന്ധിച്ച് ഓട്ടിസം സിനിമ ഫെസ്റ്റ്, ബോധവൽക്കരണ എക്സിബിഷൻ തുടങ്ങിയവയും ഒരുക്കുന്നുണ്ട്. കോഴിക്കോട് നടന്ന ഓട്ടിസം സെമിനാറിൽ മേയർ VKC മുഹമ്മദ് കോയ, സബ് ജഡ്ജ് RL ബൈജു, ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ സാറാമ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, മെഹറൂഫ് മണലൊടി, PKM സിറാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. HIV ബാധിതർക്കുള്ള കരുതൽ സംരക്ഷണ പദ്ധതി കെസ് കെയർ ഉദ്ഘാടനവും സേവനദാതാക്കളുടെ സംഗമവും ദേവഗിരി CMI പബ്ലിക് സ്കൂളിൽ നടന്നു. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. HIV ബാധിതർക്കുള്ള കരുതൽ സംരക്ഷണ പദ്ധതി കെസ് കെയർ ഉദ്ഘാടനവും സേവനദാതാക്കളുടെ സംഗമവും ദേവഗിരി CMI പബ്ലിക് സ്കൂളിൽ നടന്നു. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് പഞ്ചായത്ത് തലത്തിൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതുകൊണ്ട് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ കഴിയാത്ത പാവപ്പെട്ട രോഗികൾ നിരവധിയാണ്. ഇത്തരം രോഗികൾക്ക് സഹായമെത്തിക്കാനുള്ള ശ്രമം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് ഇന്ന് ജീവിക്കുന്നയാളെ നാളെയും കൂടി ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിന്റെ അടുത്ത ദിവസം ജീവിത ദിവസങ്ങളെ നീട്ടിക്കൊടുക്കാൻ ഡയാലിസിസ് ആണ്
നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. ചടങ്ങിൽ റവറൽ ഫാദർ ജോസഫ് പൈക്കട കെസ് കെയർ ലോഗോ അവതരിപ്പിച്ചു. HIV എയ്ഡ്സിനെ കുറിച്ച് ഫാദർ ജോയി വട്ടോളി തയ്യാറാക്കിയ പുസ്തകം റവറൽ സിസ്റ്റർ ഷൈനി ജോർജ് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ KF ജോർജ്, ജെയ്സൺ TJ തുടങ്ങിയവർ സംസാരിച്ചു. റവറൽ ഫാദർ ജോസഫ് വയലിൽ അധ്യക്ഷനായിരുന്നു. SSF ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ സമദ് സഖാഫി, ഷീല മാത്യു, ബിനോ ET, ഷീജ, സരസ്വതി K, ഗീത വിനോദ്, ബബിത, സുന്ദരൻ, രമ VP, വഹിദ MK തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊയിലാണ്ടിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. N. സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റുമാർ രാജിവെച്ചു. സുബ്രഹ്മണ്യനെ പിൻവലിച്ചില്ലെങ്കിൽ രാജിവെക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. കൊയിലാണ്ടിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്ത്. N. സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതിനെതിരെയാണ് പ്രതിഷേധം. സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റുമാർ രാജിവെച്ചു. സുബ്രഹ്മണ്യനെ പിൻവലിച്ചില്ലെങ്കിൽ രാജിവെക്കുമെന്ന് മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചതിനെതിരെ പ്രവർത്തകർ മണ്ഡലത്തിൽ പ്രകടനം നടത്തി. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് മണ്ഡലത്തിൽ പരിചിതനായ അനിൽകുമാറിനെ മാറ്റിയത് തിരിച്ചടിക്കുമെന്നും കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ വേണ്ടെന്നുമാണ് പ്രവർത്തകർ പറയുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ പരിഗണിച്ചാണ് കൊയിലാണ്ടിയിൽ അനിൽകുമാറിന് പകരം സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയാക്കിയത്. അന്തിമ പട്ടിക പുറത്തു വരുമ്പോൾ അനിൽകുമാർ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നും യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുന്നു. അതിനിടെ സുബ്രഹ്മണ്യനെതിരെ കൊയിലാണ്ടിയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. ഓൾ ഇന്ത്യ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദിയിൽ 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ കൊമ്പുകോർത്തു. കോഴിക്കോട് നോർത്തിലെ LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാർ MLA-യും UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവുമാണ് ഗ്ലൌസുകൾ അണിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടിയത്. തെരഞ്ഞെടുപ്പ് വേളയിൽ ഇരുവരും പലതവണ പലരോടായി കൊമ്പുകോർത്തിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് നോർത്തിലെ MLA ആണ് പ്രദീപ് കുമാർ. സുരേഷ് ബാബു ആണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവും. ഓൾ കേരള കിക്ക് ബോക്സിംഗ് അസോസിയേഷനും ടീം വാരിയേഴ്സ് മാർഷൽ ആർട്സ് ആൻഡ് ഫിറ്റ്നസ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച ഓൾ ഇന്ത്യ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യാൻ ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തിയതായിരുന്നു ഇരുവരും. മത്സരം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഇരുവരും കൈകളിൽ ഗ്ലൌസുകൾ ഇട്ടു. നോർത്തിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ ഓർമ്മിപ്പിക്കും വിധം മുഖാമുഖം നിന്നു. പിന്നെ ഇരുവരും കൈകൊടുത്തു പിരിഞ്ഞു. മത്സരങ്ങളിലെ പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയമായിട്ടുള്ള സമരം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതീകമാണ് നടക്കേണ്ടത്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ സംസ്ഥാന ബോക്സിംഗ് അസോസിയേഷനൊക്കെ മുൻകൈയെടുത്തുകൊണ്ട് നടത്തുന്ന ഈ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. യുവജനക്ഷേമ ബോർഡ് അംഗം ഷിയാലി, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, അഡ്വക്കേറ്റ് ആനന്ദ കനകം, K. ജയന്ത്, ഡോക്ടർ ഫാബിത്ത് മൊയ്തീൻ, മിസ്റ്റർ കാലിക്കറ്റ് ജിനു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 17 സംസ്ഥാനങ്ങളിൽ നിന്നായി 64 ദേശീയ അന്തർദേശീയ താരങ്ങളാണ് 2 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ബാബു ഭരദ്വാജിന്റെ നിര്യാണത്തിൽ കോഴിക്കോട് പ്രസ് ക്ലബ് അനുശോചിച്ചു. പ്രതിഭ വറ്റാത്ത എഴുത്തിന്റെ വിളനിലമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് അനുശോചന പ്രമേയത്തിൽ പ്രസ് ക്ലബ് അനുസ്മരിച്ചു. മനസാക്ഷി ശുദ്ധമാക്കി ഒന്നിനെയും ഭയപ്പെടാതെ ജീവിച്ച എഴുത്തുകാരനായിരുന്നു കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ മാധ്യമപ്രവർത്തകൻ ബാബു ഭരദ്വാജ് എന്ന് പ്രസ് ക്ലബ് അനുശോചന പ്രമേയത്തിൽ പറഞ്ഞു. എഴുത്തുകളിലൂടെ പ്രവാസികളുടെ നൊമ്പരങ്ങൾ അദ്ദേഹം വായനക്കാരിലേക്ക് എത്തിച്ചു. എഴുത്തിലും മാധ്യമപ്രവർത്തനത്തിലും മാത്രം ഒതുങ്ങാത്ത വിധം വിശാലമായിരുന്നു അദ്ദേഹത്തിന്റെ ആവിഷ്കാര ലോകവും വ്യക്തിജീവിതവുമെന്ന് അനുശോചന യോഗത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം ആനുകാലിക പൊളിറ്റിക്സ് ആണെങ്കിൽ, സമകാലിക സാമൂഹ്യ വിഷയങ്ങളാണെങ്കിൽ, വിവാദ വിഷയങ്ങളാണെങ്കിൽ അതെല്ലാം വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഒരു, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആ കോളം എന്ന് എനിക്കറിയില്ല, പക്ഷെ അതിൻ്റെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ലളിതമായ മലയാളത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി KC റിയാസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ട്രഷറർ വിപുൽനാഥ്, പ്രജോഷ് കുമാർ, അനുപമ, NP ഷക്കീർ, ഷിമിത്, AC നസീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരിടവേള. I need is you by my side, so shine
forever world's finest gold. You will never be far like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഈ അവധിക്കാലം ഒരാഘോഷമാക്കാൻ കാലിക്കറ്റ് എക്സ്പോ കോഴിക്കോട് സ്വപ്നനഗരിയിൽ ഏപ്രിൽ 1 മുതൽ എല്ലാ ദിവസവും 4 മണി മുതൽ 9 മണി വരെ വിജ്ഞാനത്തിനും വിനോദത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അഖിലേന്ത്യാ പ്രദർശനം. കേരളത്തിൽ ആദ്യമായി റോബോട്ടിക് എക്സിബിഷൻ, അത്യാകർഷകമായ പവലിയനുകൾ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്കുകളും വിവിധതരം റൈഡുകളും, കൈത്തറി കരകൗശല പ്രദർശന വിപണനമേള, നാവിൽ കൊതിയൂറും പുത്തൻ രുചിക്കൂട്ടുമായി ഫുഡ് കോർട്ട്, ഒപ്പം ഫ്ലവർ ഷോയും. വരും ഈ സ്വപ്ന നഗരിയിലെ ഉത്സവരാവുകളിൽ നമുക്കും പങ്കുചേരാം. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ഒന്ന് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ്, മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിംഗിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. Kalyan Silks. When the eyes are set on you, don't settle for anything less. I'm not the star. She is. My bridal diamond jewelry from Malabar Gold and Diamonds. Be a star. Nothing less. വാർത്തകൾ തുടരുന്നു. KIES സ്റ്റേറ്റ് എക്സലൻസി അവാർഡുകൾ വിതരണം ചെയ്തു. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ MK മുനീറാണ് ജേതാക്കൾക്ക് അവാർഡുകൾ നൽകിയത്. KIES സ്റ്റേറ്റ് എക്സലൻസി അവാർഡുകൾ മന്ത്രി ഡോക്ടർ MK മുനീർ വിതരണം ചെയ്തു. CDA ചെയർമാൻ NC അബൂബക്കർ, അന്താരാഷ്ട്ര വോളിബോൾ താരവും അർജുന അവാർഡ് ജേതാവുമായ ടോം ജോസഫിനും, കൽപ്പറ്റ KP's ഇന്റർനാഷണൽ സ്കൂൾ, ഐക്യരപ്പടി ഭാരത് എഡ്യൂക്കേഷൻ ഫൌണ്ടേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളുമാണ് സ്റ്റേറ്റ് എക്സലന്റ് അവാർഡ് ജേതാക്കളായത്. അർഹതപ്പെട്ട കൈകളിലാണ് അവാർഡ് എത്തിച്ചേർന്നതെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പണ്ട് KIES അവാർഡ് തനിക്ക് ലഭിച്ചതിന്റെ ഓർമ്മകളും പങ്കുവച്ചാണ് അദ്ദേഹം വേദിവിട്ടത്. ഭാരത് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഐക്യരപ്പടി ഒരിക്കൽ KIESന്റെ അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ പിന്നീടുള്ള എല്ലാ അവാർഡുകളുടെയും ആദ്യ പടി KIESന്റെ അവാർഡാണ്. അതിനെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുന്നു. KIES ഡയറക്ടർ മുല്ലവീട്ടിൽ അബ്ദുൽ നാസർ അധ്യക്ഷനായിരുന്നു. കോർഡിനേറ്റർ PP ഫിറോസ്, DCC പ്രസിഡന്റ് KC അബു, CDA ചെയർമാൻ NC അബൂബക്കർ, ടോം ജോസഫ്, KP മുഹമ്മദ് അലി, ഷംസുദ്ദീൻ, നിസാർ ഓളവണ്ണ, അമ്മിണി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സർക്കാരുകളുടെ പദ്ധതികൾ എളുപ്പത്തിൽ ജനങ്ങളിലെത്തിക്കാൻ കോമൺ സർവീസ് സെന്ററുകൾ പ്രവർത്തന സജ്ജം. അക്ഷയ സെന്റർ CSC സൊസൈറ്റി പ്രഖ്യാപനം കളക്ടർ N പ്രശാന്ത് നിർവഹിച്ചു. കേരള സർക്കാരുകളുടെ പദ്ധതികൾ ഇനി എളുപ്പത്തിൽ ജനങ്ങളിലെത്തും. 1,00,000 കോമൺ സർവീസ് സെന്ററുകളാണ് ഇതിനായി പ്രവർത്തന സജ്ജമാകുന്നത്. കോഴിക്കോട് നടന്ന അക്ഷയ സെന്റർ CSC സൊസൈറ്റി പ്രഖ്യാപനം കളക്ടർ N പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ CSC പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് സൊസൈറ്റിയുടെ ലക്ഷ്യം. CSC VLV വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി നടന്നത്. CSC കേരള എക്സിക്യൂട്ടീവ് ജോയൽ ജെയിംസ് ക്ലാസുകൾ നയിച്ചു. 1,00,000 സെന്ററുകളാണ് ഇനി അക്ഷയ കേന്ദ്രത്തിന്റെ ഭാഗമായി ഉണ്ടാവുക. ഈ കേന്ദ്രത്തിലൂടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലെത്തും. കേരള സർക്കാരിന്റെ ജനോപകാരപ്രദമായ പദ്ധതികളും പൂർണ്ണമായി അർഹതപ്പെട്ടവരിൽ എത്തിക്കാനാണ് സെന്ററുകളുടെ ലക്ഷ്യം. സ്പാൻ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ CSC VLV സൊസൈറ്റി വൈസ് പ്രസിഡന്റ് സുധീഷ് പറമ്പിൽ, പ്രസിഡന്റ് മുസ്തഫ കമാൽ, അബ്ദുൽ ജലീൽ, ജനറൽ സെക്രട്ടറി ഹാസിഫ് C, മുജീബ് മംഗലം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബാഡ്മിന്റൺ സമ്മർ കോച്ചിംഗ് ക്യാമ്പിന് ഏപ്രിൽ 4 തുടക്കമാകും. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ കുഞ്ഞാലി ഉദ്ഘാടനം ചെയ്യും. ലോക കായിക രംഗത്ത് ബാഡ്മിന്റൺ 2ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ബാഡ്മിന്റന് പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ 100-ലധികം കുട്ടികൾ പങ്കെടുക്കുന്ന റെഗുലർ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 7 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രാവിലെ 8 മണി മുതൽ വൈകിട്ട് 3 മണി വരെ 2 ബാച്ചുകളിലായാണ് ക്യാമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ VK കൃഷ്ണമേനോൻ സ്റ്റേഡിയത്തിൽ 10 കോർട്ടുകളിലായി നടത്തും. ഇതിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 4 തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ കുഞ്ഞാലി നിർവഹിക്കുമെന്ന് കോഴിക്കോട് ഡിസ്ട്രിക്ട് ബാഡ്മിന്റൺ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിയുക്ത സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ കുഞ്ഞാലിക്ക് സ്വീകരണം നൽകും. ചടങ്ങിൽ ADGP നിതിൻ അഗർവാൾ സംബന്ധിക്കുമെന്നും പ്രസിഡന്റ് മുസമ്മിൽ, ബിനോയ് AB, നാരായണൻ T തുടങ്ങിയവർ പറഞ്ഞു. ഓട്ടിസം വാരാചരണത്തിന്റെ ഭാഗമായി ഓട്ടിസം ചലച്ചിത്രമേള സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്, മാനാഞ്ചിറ സ്ക്വയർ എന്നിവിടങ്ങളിലായി നടന്ന ചലച്ചിത്രമേള ജില്ലാ കളക്ടർ N പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഓട്ടിസം വാരാചരണത്തോടനുബന്ധിച്ച് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ്, ജില്ലാ സാമൂഹ്യനീതി വകുപ്പ്, കാലിക്കറ്റ് പ്രസ് ക്ലബ്, ഫിലിം സൊസൈറ്റി, പരിവാർ ഓട്ടിസം ക്ലബ്ബ് എന്നിവർ ചേർന്ന് ഓട്ടിസം ചലച്ചിത്രമേള സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ N പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഇതൊരു സത്യമായി തിരിച്ചറിഞ്ഞ് ഇതിനെ ഉൾക്കൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പഠിക്കണം എന്നുള്ളത്, അല്ലാതെ ഒരു രോഗാവസ്ഥയായി കണ്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞ് മാറി നിൽക്കുന്നതല്ല അതിന്റെ ശരി. നമുക്ക് വേണ്ടുന്നത്, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരല്പം കമ്പാഷനാണ്. നമ്മുടെ കൂട്ടത്തിൽ കുറച്ചു പേർക്ക് നമ്മുടെ അത്രയും ഒരു സൗഭാഗ്യം കിട്ടാതെ പോകുമ്പോൾ നമ്മൾ അഹങ്കരിക്കാതിരിക്കുക. നമ്മൾ എന്തോ ഭാഗ്യത്തിനാണ് നമ്മളൊക്കെ നോർമലായിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത്. വാരാചരണത്തോടനുബന്ധിച്ച് വാക്ക് ഫോർ ഓട്ടിസം, ഓട്ടിസം സെമിനാർ, ഓട്ടിസം സിനിമ ഫെസ്റ്റ്, ഓട്ടിസം ബോധവൽക്കരണ എക്സിബിഷൻ എന്നിവയും നടക്കുന്നുണ്ട്. ചലച്ചിത്രമേളയോടനുബന്ധിച്ച് പ്രസ് ക്ലബ് ഹാളിൽ 6-ാം തീയതി വരെ ഉച്ചയ്ക്ക് 2:30-ക്കും മാനഞ്ചിറ സ്ക്വയറിൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് 6-നും സിനിമാ പ്രദർശനമുണ്ടാകും. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷം വഹിച്ചു. P സിക്കന്ദർ, മെഹറൂഫ് മണലൊടി, TT രാജൻ, PKM സിറാജ് എന്നിവർ സംസാരിച്ചു. തൊഴിലാളി അവകാശ സംരക്ഷണത്തിനായുള്ള സമരത്തിന് INTUC നേതൃത്വം കൊടുക്കാൻ തയ്യാറാവുമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. തെരഞ്ഞെടുക്കപ്പെട്ട INTUC ജില്ലാ പ്രതിനിധി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുക്കപ്പെട്ട INTUC ജില്ലാ പ്രതിനിധികളുടെ കൺവെൻഷൻ കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ ചേർന്നു. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി അവകാശ സംരക്ഷണത്തിനായുള്ള സമരത്തിന് INTUC നേതൃത്വം കൊടുക്കുവാൻ തയ്യാറാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സമരസംഘടനയായി INTUC മാറണം. മണൽ, മത്സ്യ, എസ്റ്റേറ്റ് തൊഴിലാളികൾ സർക്കാരിനെ ശത്രുവായി കാണുന്ന സ്ഥിതിയായിരിക്കുന്നു. പാവപ്പെട്ട തൊഴിലാളികളെ വേട്ടയാടാനാണ് നിയമങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതെന്നും R ചന്ദ്രശേഖരൻ ആരോപിച്ചു. നമ്മളെല്ലാം കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മളൊക്കെ വലിയ നടന്മാരായി, വലിയ കലാകാരന്മാരായി എല്ലാം നമ്മൾ ഇതിനെ പൊക്കിരിക്കുന്ന പാഠമെല്ലാം നമ്മുടേതാണെന്ന് കാണിച്ചു കൊടുത്ത് ആരെയൊക്കെയോ കബളിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നതിന്റെ ഫലമാണ് ഇന്ന് ഈ ഒരു അവസ്ഥ നമ്മുടെ പാർട്ടിക്ക് ഈ രാജ്യത്തുണ്ടായത്. INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ അധ്യക്ഷം വഹിച്ചു. VJ ജോസഫ്, ഡോക്ടർ MP പത്മനാഭൻ, KC രാമചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള കൂടി. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. ഈ അവധിക്കാലം ഒരാഘോഷമാക്കാൻ കാലിക്കറ്റ് എക്സ്പോ കോഴിക്കോട് സ്വപ്നനഗരിയിൽ ഏപ്രിൽ 1 മുതൽ എല്ലാ ദിവസവും 4 മണി മുതൽ 9 മണി വരെ വിജ്ഞാനത്തിനും വിനോദത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അഖിലേന്ത്യാ പ്രദർശനം. കേരളത്തിൽ ആദ്യമായി റോബോട്ടിക് എക്സിബിഷൻ, അത്യാകർഷകമായ പവലിയനുകൾ. ഈ അവധിക്കാലം ആർത്തുലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്കുകളും വിവിധതരം റൈഡുകളും, കൈത്തറി കരകൗശല പ്രദർശന വിപണനമേള, നാവിൽ കൊതിയൂറും പുത്തൻ രുചിക്കൂട്ടുമായി ഫുഡ് കോർട്ട്, ഒപ്പം ഫ്ലവർ ഷോയും. വരും ഈ സ്വപ്നനഗരിയിലെ ഉത്സവരാവുകളിൽ നമുക്കും പങ്കുചേരാം. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും.
നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ഒന്ന് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ് മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ക്യാൻസർ മുക്ത ഒളവണ്ണ രോഗനിർണയ ക്യാമ്പ് ഏപ്രിൽ 9 കൊടിനാട്ടുമുക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തും. ജില്ലാ പഞ്ചായത്ത് 10 പഞ്ചായത്തുകളിൽ നടപ്പാക്കുന്ന ക്യാൻസർ പ്രതിരോധ പരിപാടിയുടെ ആദ്യ ക്യാമ്പാണ് ഒളവണ്ണയിൽ നടത്തുന്നത്. ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്യും. കരുണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് ഏപ്രിൽ 9 ശനിയാഴ്ച രാവിലെ 8:30 മുതൽ ഒളവണ്ണ കൊടിനാട്ടുമുക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്യാൻസർ മുക്ത ഒളവണ്ണ എന്ന മുദ്രാവാക്യത്തോടെ കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന പ്രചരണത്തിന്റെ ഭാഗമായാണ് രോഗനിർണയ ക്യാമ്പ് നടത്തുന്നത്. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിൽ നിന്നും 5000-ഓളം പേർ രോഗനിർണയത്തിനായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഒളവണ്ണ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഈ പരിപാടി നടത്തുന്നതെന്നും സംഘാടകർ പറഞ്ഞു. ഏതാനും മാസങ്ങളായി വന്നിട്ടുള്ള സർവേകൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്ത്, പ്രത്യേകിച്ച് ഒളവണ്ണ പഞ്ചായത്തും കോഴിക്കോട് കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിലും വളരെ വ്യാപകമായി ക്യാൻസർ റിപ്പോർട്ട് ചെയ്തതായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലയിലെ 10 പഞ്ചായത്തുകൾ തെരഞ്ഞെടുത്തുള്ള ക്യാൻസർ പ്രതിരോധ പരിപാടിയുടെ ആദ്യ ക്യാമ്പാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മേയർ VKC മുഹമ്മദ് കോയ മുഖ്യാതിഥിയായിരിക്കുമെന്നും നിസാർ ഒളവണ്ണ, K ഹസൻ കോയ, ഷാജി പുത്തലത്ത്, NV സെയ്തു തുടങ്ങിയവർ പറഞ്ഞു. കാഴ്ചയുടെ മായിക ലോകം തീർത്ത് സ്വപ്നനഗരിയിൽ കാലിക്കറ്റ് എക്സ്പോയ്ക്ക് തുടക്കം. കൃത്രിമ വനവും മൃഗങ്ങളും ഉൾപ്പെട്ട റോബോട്ടിക് ആനിമൽ ഷോ കോഴിക്കോട്ട് ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. നടനും സംവിധായകനുമായ ജോയ് മാത്യു ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആനന്ദിപ്പിക്കുന്ന ഒട്ടേറെ കാഴ്ചകൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. കൃത്രിമ വനവും മൃഗങ്ങളും ഉൾപ്പെടെ റോബോട്ടിക് ആനിമൽ ഷോയിലെ അത്ഭുതമാണ്. സിംഹം, കടുവ, പുലി, ആന, പെരുമ്പാമ്പ്, ജിറാഫ്, ദിനോസർ എന്നിവയെല്ലാം അതിന്റേതായ വലുപ്പത്തിൽ തലയാട്ടുകയും കഴുത്തു നീട്ടുകയും ഗർജിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ കൊടുങ്കാടിന്റെ പ്രതീതിയാണ് ഉണ്ടാകുന്നത്. കാലിക്കറ്റ് എക്സ്പോയുടെ ഉദ്ഘാടനം നടനും സംവിധായകനുമായ ജോയ് മാത്യു നിർവഹിച്ചു. CS സത്യഭാമ, കൌൺസിലർ P കിഷൻചന്ദ്, മുൻ മേയർ TP ദാസൻ, ശ്രീഹരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുട്ടികൾക്കായുള്ള വാട്ടർ ബോട്ട്, ബൺലി ജമ്പിംഗ് എന്നിവയും ഒരുക്കുന്നുണ്ട്. കൂടാതെ നിരവധി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമുണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെയും പുതുതായി ആരംഭിക്കുന്ന സ്റ്റാർ കെയർ ഹോസ്പിറ്റലിന്റെയും പവലിയനുകളും ഇവിടെ ഒരുങ്ങുന്നുണ്ട്. അമ്യൂസ്മെന്റ് പാർക്ക്, ഓട്ടോ എക്സ്പോ, ഫുഡ് കോർട്ട് തുടങ്ങിയവയും സജ്ജമാക്കും. ദിവസേന വൈകിട്ട് 4 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. 50 രൂപയാണ് പ്രവേശന ഫീസ്. മുഴുവൻ സ്റ്റാളുകളും സജ്ജമാക്കാത്തതിനാൽ ഞായറാഴ്ച മുതലേ ടിക്കറ്റ് മുഖേനയുള്ള പ്രവേശനമുണ്ടാകൂ. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൺവേൾഡ് ആൻഡ് റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് എക്സ്പോയുടെ സംഘാടകർ. പ്രദർശനം മെയ് 15 വരെ തുടരും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭാരത് ജ്യോതി അവാർഡ് ജേതാവ് ഡോക്ടർ MP പത്മനാഭന് സ്വീകരണം നൽകി. കോഴിക്കോട് ഗാന്ധിഗൃഹത്തിൽ കേരള ഹിന്ദി പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ഡോക്ടർ പവൂർ ശശീന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. കേരള ഹിന്ദി പരിഷത്തിന്റെ സ്ഥാപക പ്രസിഡന്റും ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റും മാതൃഭൂമി ബേപ്പൂർ ലേഖകനും അഖിലേന്ത്യാ സാലറിഡ് വർക്കേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റും INTC അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഔദ്യോഗിക ഭാഷാ സമിതി അംഗവും തൊഴിലാളി വിദ്യാഭ്യാസ ഉപദേശക സമിതി അംഗവുമാണ് ഡോക്ടർ MP പത്മനാഭൻ. ഇന്ത്യ ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റി നൽകി വരുന്ന ഭാരത് ജ്യോതി അവാർഡ് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് അസം ബീഹാർ ഗവർണറായിരുന്ന ഡോക്ടർ ഭീഷ്മ നാരായണ സിംഹിൽ നിന്നുമാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത്. കേരള ഹിന്ദി പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ഗാന്ധിഗൃഹത്തിൽ വെച്ചാണ് അവാർഡ് ജേതാവായ ഡോക്ടർ MP പത്മനാഭന് സ്വീകരണമൊരുക്കിയത്. കേരള ഹിന്ദി പരിഷത്ത് പ്രസിഡന്റ് ഡോക്ടർ പവൂർ ശശീന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ജനറൽ സെക്രട്ടറി VK ബാലകൃഷ്ണൻ നായർ, പ്രൊഫസർ G ഗോപിനാഥൻ, സ്വാതന്ത്ര്യ സമര സേനാനി M വാസു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രശസ്ത ഗായകൻ ബ്രഹ്മാനന്ദന്റെ 70ാം ജന്മദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും മറ്റ് പ്രധാന നഗരങ്ങളിലും ഗൾഫിലും ബ്രഹ്മാനന്ദൻ മ്യൂസിക് അവാർഡ് 2016 സംഘടിപ്പിക്കും. കോഴിക്കോട് കലയുടെ നേതൃത്വത്തിൽ ഗാനാലാപന മത്സരം നടത്തും.
കോഴിക്കോട് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലയുടെ ആഭിമുഖ്യത്തിൽ ബ്രഹ്മാനന്ദന്റെ 70ാം ജന്മദിനത്തോടനുബന്ധിച്ച് ജൂനിയർ സീനിയർ വിഭാഗത്തിൽ കോഴിക്കോട്ടെ ഗാന മത്സരം സംഘടിപ്പിക്കുമെന്ന് കലാഭാരവാഹികൾ പറഞ്ഞു. മത്സരം കോഴിക്കോട് കസ്റ്റംസ് റോഡിലെ ലളിത കലാകേന്ദ്രത്തിൽ വെച്ച് രാവിലെ 10 മണി മുതൽ ആരംഭിക്കും. ജൂനിയർ വിഭാഗത്തിൽ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയും സീനിയർ വിഭാഗത്തിൽ 15 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുമുള്ള കുട്ടികൾക്കായാണ് മത്സരം നടക്കുന്നത്. മത്സരാർത്ഥികൾ വയസ്സ് തെളിയിക്കുന്നതിന് ആധികാരിക രേഖകൾ ഹാജരാക്കണം. കേരളത്തിലെ പ്രധാന പട്ടണങ്ങളിലും ഇന്ത്യയിലെ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഇതേ രീതിയിൽ വ്യത്യസ്ത സംഘടനകളുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 10 മത്സരങ്ങൾ നടത്തും. ഓരോ കേന്ദ്രത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 1ഉം 2ഉം സ്ഥാനക്കാർക്കായി ഫൈനൽ റൌണ്ട് മത്സരം എറണാകുളത്ത് വെച്ച് നടത്തി വിജയികളെ തീരുമാനിക്കുമെന്നും കലാഭാരവാഹികൾ പറഞ്ഞു. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നഗരത്തിൽ സാംസ്കാരിക പ്രതിരോധം സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം നേതൃത്വത്തിൽ കിഡ്സൺ കോർണറിൽ നടന്ന സംഗമം കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഹൈദരാബാദ് സർവകലാശാല വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സാംസ്കാരിക പ്രതിരോധം സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം, കോഴിക്കോട് സാംസ്കാരിക വേദി, യുവകലാ സാഹിതി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് മാനഞ്ചിറ ലൈബ്രറി പരിസരത്ത് സംഗമം സംഘടിപ്പിച്ചത്. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണകൂടത്തിന്റെയും സംഘപരിവാറിന്റെയും നടപടികൾക്കെതിരായിട്ട് നമ്മുടെ മനസാക്ഷി ഉണർത്തിയത് ഒരു ബലിക്കുറിപ്പ് എഴുതിക്കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും രാജ്യത്തെ അപകടത്തിലേക്ക് നയിക്കുന്ന ഈ സംഘപരിവാർ ഫാസിസത്തിനെതിരായിട്ടുള്ള വലിയൊരു ചൂണ്ടുവിരലുമായിട്ട് രോഹിത് ബുമുല മരണത്തിലേക്ക് നടന്നുപോയത്. പ്രൊഫസർ U ഹേമന്ത് കുമാർ അധ്യക്ഷനായിരുന്നു. AK വിനീഷ് കവിത അവതരിപ്പിച്ചു. K വിനോദ്, സന്തോഷ് പാലക്കട, K ചന്ദ്രൻ, ഡോക്ടർ പ്രദീപൻ, EP സോണിയ, അജയൻ കാരാടി, OP സുരേഷ്, V സക്കീർ ഹുസൈൻ, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി VT സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംഗീത രംഗത്ത് 30 വർഷം പൂർത്തിയാക്കുന്ന ഗായകൻ കുമാർ സാനുവിന് കോഴിക്കോട്ട് ആദരം. സാസോം കി സറൂറത്ത് ഹെ ജേസെ എന്ന പരിപാടിയിലൂടെ ഗായകൻ മുഹമ്മദ് സാലിയാണ് ആദരം അർപ്പിക്കുന്നത്. जाम की जरूरत है जैसे बेखुदी के लिए, हाँ एक सनम चाहिए आशिकी के लिए. വിഖ്യാത ഗായകൻ കുമാർ സാനുവിന്റെ സംഗീത ജീവിതത്തിലെ 30 വർഷം പൂർത്തീകരിക്കുന്ന ഈ വർഷത്തിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ 30 പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ട് സാസോം കി സറൂറത്ത് ഹെ ജേസെ എന്ന മ്യൂസിക്കൽ പ്രോഗ്രാം നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. കോഴിക്കോട്ടെ കലാകാരൻ മുഹമ്മദ് സാലിയാണ് അദ്ദേഹത്തിന്റെ 30 പാട്ടുകൾ തുടർച്ചയായി ആലപിക്കുന്നത്. ഏപ്രിൽ 4 തിങ്കളാഴ്ച വൈകുന്നേരം 5 മണി മുതൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുക. പരിപാടിയിൽ പ്രശസ്തരായ 20ഓളം കലാകാരന്മാർ പശ്ചാത്തല സംഗീതമൊരുക്കും. കേരളത്തിലെ പ്രശസ്തരായ സാംസ്കാരിക, രാഷ്ട്രീയ, സംഗീത രംഗത്തെ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുമെന്നും മുഹമ്മദ് സാലി, രഗിലേഷ് തുടങ്ങിയവർ പറഞ്ഞു. धीरे धीरे से मेरी जिंदगी में आना, धीरे धीरे से दिल को चुराना. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയത്തിൽ SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുൾ സഖാഫി, ജനറൽ സെക്രട്ടറി M അബ്ദുൾ മജീദ് എന്നിവരുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം, പെരുമ്പാവൂർ എന്നീ കേന്ദ്രങ്ങളിൽ ആരംഭിച്ച് രാമനാട്ടുകരയിൽ സമാപിക്കുന്ന ധർമ്മ ജാഗരണ യാത്ര ഏപ്രിൽ 4 ജില്ലയിലെത്തും. വൈകിട്ട് 3 മണിക്ക് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ നിന്നും യാത്രയെ സ്വീകരിക്കും. വടകരയിലാണ് ആദ്യ സ്വീകരണം. പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന സ്വീകരണ സമ്മേളനം സമസ്ത കേരള മുഷാഫറ മെമ്പർ VPM ഫൈസി വില്യാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 8 വൈകിട്ട് 4 മണിക്ക് രാമനാട്ടുകരയിൽ നടക്കുന്ന സംസ്ഥാനതല സമാപന സമ്മേളനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. മുഴുവൻ സ്വീകരണ കേന്ദ്രങ്ങളിലും ധർമ്മസംഘം റാലിയും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികളായ അബ്ദുൾ സമദ് സഖാഫി മായനാട്, MT ശിഹാബുദ്ദീൻ സഖാഫി തുടങ്ങിയവർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓട്ടിസം ബാധിതർക്കായി 5 കോടി രൂപ നേരത്തെ വകയിരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി MK മുനീർ. ഓട്ടിസം വാരാചരണ പരിപാടികൾ കോഴിക്കോട്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനാർത്ഥികൾ നേർക്കുനേർ. A പ്രദീപ് കുമാറും അഡ്വക്കേറ്റ് സുരേഷ് ബാബുവും കിക്ക് ബോക്സിംഗ് വേദിയിൽ. കൊയിലാണ്ടിയിൽ N സുബ്രഹ്മണ്യന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസുകാരുടെ പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.